പഴയകാല ജീവിത രീതിയും സംസ്കാരവും അടുത്തറിയാൻ പറ്റുന്ന ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്ര. വീഡിയോയിലേക്ക് പോകാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ നിഷ. വെൽക്കം ടു ട്രൈ ഇറ്റ് ഫാം. തിരുവനന്തപുരം നഗരമധ്യത്തിൽ മ്യൂസിയം കോമ്പൗണ്ടിന് മുന്നിലാണ് ഈ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ എൻട്രി ഫീ മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ്. ടിക്കറ്റ് എടുത്ത ശേഷം സന്ദർശകർക്ക് ഒരു വിസിറ്റേഴ്സ് ഗൈഡ് നൽകും. മ്യൂസിയത്തിലെ വിവിധ ഗാലറികൾ, പ്രദർശന വസ്തുക്കൾ, അവയുടെ ക്രമം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ നിലയിൽ കയറുമ്പോൾ ആദ്യം കാണുന്നത് പുരാതന ശില്പങ്ങളാണ്. അതിനുശേഷം പ്രാചീന ഗുഹാ ചിത്രങ്ങളുടെ പകർപ്പുകൾ കാണാം. അന്നത്തെ മനുഷ്യരുടെ ജീവിത രീതിയും വിശ്വാസങ്ങളും കലാപാരമ്പര്യവും ഇവയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് വിവിധ കാലഘട്ടങ്ങളിലെ മൺപാത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുരാതന കാലത്ത് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണിവ. തുടർന്ന് ചെമ്പ് ഫലകങ്ങളും ശിലാലിഖിതങ്ങളും കാണാം. അവസാനമായി വിവിധ രാജവംശങ്ങളുടെ നാണയങ്ങളുടെ ശേഖരവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവ കേരളത്തിന്റെ സാമ്പത്തികവും ചരിത്രപരവുമായ പാരമ്പര്യത്തെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. രണ്ടാം നില കൂടുതൽ കൗതുകം നിറഞ്ഞതാണ്. ഇവിടെ പുരാതന ശില്പങ്ങൾ, ഒരു ക്ഷേത്രത്തിന്റെ മാതൃക, കേരളത്തിന്റെ പരമ്പരാഗത സംഗീതോപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കട്ടിൽ, കസേര തുടങ്ങിയ ഫർണിച്ചറുകളും അന്നത്തെ ജനങ്ങൾ കളിച്ചിരുന്ന പരമ്പരാഗത കളികളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ നിലയിലെ ഏറ്റവും വലിയ ആകർഷണം പരമ്പരാഗത കേരളീയ അടുക്കളയുടെ മാതൃകയാണ്. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന അടുപ്പ്, പാത്രങ്ങൾ, മറ്റു അടുക്കള ഉപകരണങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പഴയ കേരളത്തിന്റെ ജീവിതശൈലി മനസ്സിലാക്കാൻ ഈ ഭാഗം വളരെ സഹായകരമാണ്.
മ്യൂസിയത്തിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു മനോഹര കാഴ്ചയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.